തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ യുവതിയെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്കുന്നൂർ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. പ്രവീണയെ ചിലർ ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. മകൾക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മകൾ മാനസികമായി തളർന്ന നിലയിലായിരുന്നുവെന്നും പിതാവ് വിക്രമൻ 24നോട് പറഞ്ഞു. വെഞ്ഞാറമൂട് മുക്കുന്നൂർ സ്വദേശി പ്രവീണയെ ഇന്ന് രാവിലെയാണ് വീട്ടിലെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ ചിലരുടെ പ്രേരണ ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രവീണയ്ക്കെതിരെ ചില നാട്ടുകാരും കുടുംബാംഗങ്ങളും ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നതായി പിതാവ് വിക്രമൻ 24നോട് പറഞ്ഞു. കൊച്ചിന് മാനസികമായിട്ട് കൊച്ചു തകർന്നു പോയി. അങ്ങനെ എൻ്റെ മോൻ പറഞ്ഞ് ഇന്നത്തെ പെൺപിള്ളേർ തകരാറില്ല, നല്ല ചുണയുള്ള പെൺപിള്ളേരാണ്, നീ ധൈര്യമായിട്ടില്ല മക്കളെ എന്ന് പറഞ്ഞാൽ അവൻ നല്ല രീതിയിൽ കെയർ ചെയ്ത്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കും, നീ മറുപടി കൊടുക്കണം, ആരെന്ത് പറഞ്ഞാലും മറുപടി കൊടുക്കണം, നിനക്ക് ആദ്യമിപ്പോൾ നാണം കെട്ടെന്ന് പറഞ്ഞാൽ നിനക്കില്ല, അമ്മക്കില്ല നാണക്കേടില്ല എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി നടക്കണം, ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ എപ്പോഴും ക്ലാസ് കൊടുക്കുമായിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പ് പ്രവീണ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അശ്ലീല ചുവയോടെ സന്ദേശങ്ങൾ അയച്ചെന്നും സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. അതെന്ത് തുറക്കാത്തെന്തെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് ദൂരോട്ട് മാറി എന്നാൽ മണ്ടേ നിൽക്കണേ കാണാമല്ലോ, വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ ദൂരം അങ്ങ് മാറി നിന്നപ്പം ഈ അശ കെട്ടണ കമ്പി നിർത്തിയിട്ടുണ്ട്, അതിലൊരു കെട്ട് കിടക്കണം. ഈ കമ്പി കൂടെ ഇങ്ങനെ കൊളുത്തിട്ട് ആക്കൽ കൂടെ ഇറുക്കി കെട്ടി കുഴ പോലെ കെട്ടുണ്ട്. അപ്പോൾ ഞാൻ തകർന്നുപോയി. മരണത്തിന്റെ തലേ ദിവസം അജ്ഞാത വാഹനമിടിച്ച് പ്രവീണയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതിലും ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വെഞ്ഞാറമൂട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള ഭർത്താവ് എത്തിയ ശേഷം നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 24 തിരുവനന്തപുരം.